തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിവിധ ജീവിതാവസ്ഥയിലുള്ള മനുഷ്യരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ഈ ചർച്ചാ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സിസ്റ്റർ സ്വാഗതം. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം ആയുർവേദ ഡോക്ടറും കൗൺസിലറുമായിട്ടുള്ള ഡോക്ടർ ടോം പയ്യപ്പള്ളി സാറ് കൂടിയുണ്ട്. ഡോക്ടറെയും ഏറെ സ്നേഹത്തോടെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ സ്വാഗതം. സിസ്റ്റർ, തിരക്കുകളുടെ ലോകത്ത് പരസ്പരം സംസാരിക്കുവാനോ കൂടെയൊന്നിരിക്കുവാനോ ചിരിക്കുവാനോ സമയം കിട്ടാത്ത ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് സമൂഹം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടലുകൾ ഇന്ന് മാനസികമായിട്ടുള്ള ഒരുപാട് തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഈ ഒറ്റപ്പെടലുകൾ ഇത് വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലും അതുപോലെ തന്നെ സമൂഹത്തിലും കാണുന്ന ഈ ഒറ്റപ്പെടലുകൾ എങ്ങനെയാണ് മാനസികാരോഗ്യത്തെ ബാധിക്കുന്നത്? ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. ഇന്ന് നമുക്ക് ആ ഒരു ചർച്ചയായാലോ? തീർച്ചയായിട്ടും. നമ്മൾ ഇതിനു മുൻപുള്ള എപ്പിസോഡുകളിലെല്ലാം ചർച്ച ചെയ്തതുപോലെ തന്നെ ഈ മാനസികാരോഗ്യം എന്ന് പറയുന്ന ഒരു സമഗ്രമായ ഒരു സുസ്ഥിതിയാണ്. അപ്പോൾ നമുക്കറിയാം, മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. മനുഷ്യനൊരു സമൂഹപരമായിട്ടാണ് ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെയുള്ളൊരു അഭിവാഞ്ച എല്ലാ മനുഷ്യരിലും ഉണ്ട്. അതാണ് മനുഷ്യനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഉയർത്തിക്കൊണ്ടു പോകുന്നതും ജീവിക്കാനായിട്ടുള്ളൊരു ഒരു ഒരു പ്രത്യാശ അവന് നൽകുന്നതും. അപ്പം ഇവിടെയാണ് ഒരു സോഷ്യൽ ഐസൊലേഷൻ എന്നൊക്കെ പറയുന്ന ഒരു ടേമിൻ്റെ ഒരു റെലവൻസ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതാണ്, നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് സോഷ്യൽ ഐസൊലേഷൻ. സാമൂഹ്യപരമായിട്ടല്ലെ സമൂഹപരമായിട്ട് ഒറ്റപ്പെടുന്നൊരവസ്ഥ. ഇത് രണ്ട് തലങ്ങളിലാണുള്ളത്. ഒന്ന്, എല്ലാവരും ഉണ്ടായിരിക്കെ, എല്ലാവരും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ, നമ്മളെ സ്നേഹിക്കാൻ ആളുണ്ട്, അടുത്ത ആളുണ്ട്, അവർ നമ്മളുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നു. പക്ഷേ ഒരു വ്യക്തി അതിൽ നിന്നെല്ലാം പിൻവാങ്ങുന്നു. അത് ഒരു തരത്തിലുള്ള സോഷ്യൽ ഐസൊലേഷനാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡിപ്രഷൻ പോലെയുള്ള രോഗാവസ്ഥകളിൽ മറ്റുള്ളവരോടൊന്നും ഒരു സഹവാസവും ഇല്ലാതെ ഒറ്റയ്ക്ക് പോകുന്ന ഒരു സോഷ്യൽ വിഡ്രോവൽ അതിൽ വരുന്നുണ്ട്. ഓക്കെ, അത് ഒരു തലം. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത്, നമുക്ക് മറ്റുള്ളവരോട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ളൊരു താല്പര്യമൊക്കെ ഉണ്ട്, മറ്റുള്ളവരുമായിട്ട് എപ്പോഴും അടുത്തിടപഴകിക്കൊണ്ടിരിക്കണം എന്നുണ്ട്. പക്ഷേ ചില പ്രശ്നങ്ങൾ മൂലം മറ്റുള്ളവരാരും നമ്മളെ അടുത്തേക്ക് കൊണ്ടുവരുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്നു. നമുക്കറിയാം, ഈ പാൻഡമിക് കാലഘട്ടത്തിൽ, കൊറോണയുടെ കാലഘട്ടത്തിലൊക്കെ ഒരു സാമൂഹ്യ അകലം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. മേ ബി ഒരു രോഗാവസ്ഥയായിരിക്കാം നമ്മളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റിഗ്മ നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം. അപ്പം അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന രണ്ട് അവസ്ഥകളാണ്. ഇത് രണ്ട് അവസ്ഥകളിലും അത് അയാളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. കാരണം അയാളുടെ ഒരു ഉത്കണ്ഠയാണ് ഉണ്ടാകുന്നത്. ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ എന്നൊരു ഉത്കണ്ഠ. ഇത് കൂടുതലും കുട്ടികളിലും അതുപോലെ മുതിർന്നവരിലും വാർദ്ധക്യത്തിലുമാണ് ഇത് കണ്ടുവരുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കൂടുതലും കുട്ടികളിൽ, അതായത് തീരെ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അവർ ചിലപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ടാവില്ല, വീട്ടിലായിരിക്കും, അമ്മയും അച്ഛനും ജോലിക്കാരായിരിക്കാം, അവരങ്ങ് പോകുന്നു. അപ്പം ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒറ്റപ്പെടൽ കുഞ്ഞിനുണ്ടാകും. ഇതുപോലെ തന്നെ ഈ ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്ന, അതൊരു പ്രശ്നമായിട്ട് തന്നെ ഉണ്ടാകുന്ന വേറൊരു കൂട്ടരാണ് നമ്മുടെ എൽഡർലി പീപ്പിൾ, വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നവർ. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കേരളത്തിലെ ഒരു സ്ഥിതിവിശേഷം നോക്കുകയാണെങ്കിൽ, പല വീടുകളിലും ഒറ്റപ്പെട്ടിരിക്കുന്ന വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന അപ്പച്ചനും അമ്മച്ചിമാരൊക്കെ ഉള്ളൂ. ഈ അടുത്ത സമയത്ത് ഒരു മരണ വീട്ടിലേക്ക് വൈകിട്ട് ഞാൻ പോവുകയായിരുന്നു. ഒരു രാത്രി സമയമാണ്. അപ്പോൾ എൻ്റെ കാറിലൊരു വേറെ ആളുമുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ ആ വണ്ടി ഓടിച്ചു പോകുന്ന വഴിയിൽ മിക്ക വീടുകളിലും ഒരു ലൈറ്റ് ഇട്ടുണ്ട്. ഒരു ലൈറ്റോ ഒന്നോ രണ്ടോ ലൈറ്റ് ഉണ്ട്. ഒരു 70 വയസ്സിന് ശേഷമുള്ള ഒന്നല്ലെങ്കിൽ ഒരു അമ്മച്ചിയോ ഒരു അപ്പച്ചനോ മാത്രം ഇങ്ങനെ ഇരിക്കുന്ന. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന കൂട്ടുകാരൻ പറയായിരുന്നു, ഇതൊക്കെ ആയിരിക്കും ഇന്ന് നമ്മുടെ അവസ്ഥ. ഒരു കാലഘട്ടത്തിൽ നമ്മൾ
ഇതുപോലെ ഇരിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് പോകാനുള്ള മനസ്സ് പൊതുവെ വാർദ്ധക്യത്തിൽ കുറവായിരിക്കും, രോഗവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനൊരു ഒറ്റപ്പെടലിൻ്റെ നമുക്ക് ഗ്രാമങ്ങളിലേക്ക് ഓൾറെഡി എത്തിക്കഴിഞ്ഞു. പണ്ടൊക്കെ പട്ടണങ്ങളിലാണ് നമുക്ക് അങ്ങനെയുള്ള അടുപ്പിച്ചടുപ്പിച്ച് വീടുണ്ടെങ്കിലും പരസ്പരം ഒന്നും അവർക്ക് അറിയാൻ പോലും പറ്റാത്ത സാഹചര്യം. മക്കളൊക്കെ ജോലി ബന്ധപ്പെട്ട് വിദേശങ്ങളിലും കാര്യങ്ങളൊക്കെ ഓക്കെ, അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഐസൊലേഷൻ. ഈ ഐസൊലേഷൻ്റെ പുറത്താണ് മിക്ക മാനസിക ശാരീരിക രോഗങ്ങളും ഉണ്ടാവുന്നതെന്നുള്ളത് നമുക്കിപ്പോൾ തീർച്ചയായിട്ടും ഈ WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പുതിയ പഠന വിവരം പുറത്തുവിട്ടിരിക്കുന്നത് തന്നെയാണെങ്കിലും ഈ ഐസൊലേഷൻ നമ്മളിൽ ഒത്തിരി ശാരീരിക രോഗങ്ങൾ ഉണ്ടാക്കും. അതായത് ഒറ്റയ്ക്കിരുന്ന് അത് രോഗങ്ങളിലേക്ക് വരും. കാരണം അതിനൊരു കാരണം പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കപ്പാസിറ്റി, നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ അത് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറയ്ക്കുന്നത് മൂലം ഇവർക്ക് എപ്പോഴും തന്നെ ഒരു രോഗത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു പ്രശ്നമാണ് ഉത്കണ്ഠ രോഗം. അതായത് നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, കുറച്ച് സമയം നമ്മൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരാൻ പോകുന്ന ഒരു ചെറിയൊരു ഭയപ്പാടാണ്. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഫിയർ വരിക, ആ ഫിയർ ഇറാഷണൽ ആവുക. അതായത് ഇപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴത്തേക്ക് അയ്യോ കള്ളം വരുമോ, മോഷ്ടാവ് വരുമോ, മോഷ്ടിച്ചുകൊണ്ട് പോകുമോ എന്നൊക്കെ സ്വാഭാവികമായിട്ടും ചിന്തിക്കാം. പക്ഷേ അങ്ങനെ തന്നെ വരും, എനിക്ക് എന്തൊക്കെയോ ആപത്തുകൾ സംഭവിക്കാൻ പോകുന്നു എന്ന് മാത്രം ഒരാൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഉത്കണ്ഠ രോഗത്തിലേക്ക് പോകും. പിന്നെ ഈ സോഷ്യൽ ഐസൊലേഷൻ ഡിപ്രഷനിലേക്ക് നയിക്കും. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൈക്കോട്ടിക് ഫീച്ചേഴ്സ്. നമ്മൾ പറയാം അക്യൂട്ട് സൈക്കോട്ടിക് ഫീച്ചേഴ്സ്, ഹലൂസിനേഷൻ പോലെയുള്ള ചില കാര്യങ്ങൾ. എനിക്കറിയാം, നമുക്ക് കിട്ടിയേക്കുന്ന ഒരു കേസ് ഏകദേശം ഒരു 25 വയസ്സോളം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ പെട്ടു. 6 മാസത്തോളം റെസ്റ്റ് വേണ്ടി വന്നു. ഈ റെസ്റ്റിൻ്റെ സമയത്തൊന്നും ആരും തന്നെ ഇല്ല. ഇടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു സുഹൃത്ത് വരും, കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. പറഞ്ഞ പോലെ സമയം ഇല്ലാത്തതുപോലെ നെറ്റോട്ട് ഓടിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പം അങ്ങനെ പോകുന്നത് കൊണ്ട് ആരുമായിട്ടും ഇയാൾക്ക് വലിയ സമ്പർക്കങ്ങളൊന്നുമില്ല. ഈ 6 മന്ത്സ് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് തന്നെ മേ ബി ചിലപ്പോൾ ആ ഒരു ഇമ്മ്യൂണിറ്റി കപ്പാസിറ്റി ഒക്കെ കുറഞ്ഞതിൻ്റെ ആയിരിക്കാം അടിക്കടി രോഗങ്ങൾ വരാനായിട്ട് തുടങ്ങി. ചിക്കൻ ബോക്സ് പോലെയുള്ള രോഗമൊക്കെ വന്നു. അപ്പോൾ കുറച്ച് സമയം കൂടി ഇങ്ങനെ ഇരിക്കുന്നു. ഇതിനുശേഷം ഇദ്ദേഹം നമ്മുടെ അടുക്കയിൽ വരാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഹലൂസിനേഷൻസ് ആണ്. അതായത് ചില ശബ്ദങ്ങൾ കേൾക്കുന്നു, ആരൊക്കെയോ പുള്ളിയോട് സംസാരിക്കുന്നത് പോലെ അതാണ് റിയാലിറ്റി എന്ന് ഓർക്കുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങൾ ചെയ്യാൻ ഒരു മടിയാണ്. ഒന്ന് ബ്രഷ് ചെയ്യാനാവട്ടെ, കുളിക്കാനാവട്ടെ, അതുപോലും കഴിയത്തില്ല. അതുപോലെ തന്നെ ഡ്രസ്സൊന്ന് മാറാൻ, പുറത്തേക്കൊന്ന് പോകാൻ. അപ്പോൾ കൂടുതലും പ്രശ്നത്തിലേക്ക് കടക്കുന്നു. ആത്മഹത്യാ ചിന്തകൾ കയറി വരുന്നു. അങ്ങനെ വന്നു. അദ്ദേഹം ഈ സുഹൃത്തിനോട് പറഞ്ഞു. സുഹൃത്ത് പറഞ്ഞു, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, നീ ആരോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഇങ്ങനൊരു കാര്യമുണ്ട്, എന്നെ ആരൊക്കെയോ എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അയാൾക്ക് മനസ്സിലായി സംഗതി വേറെ പ്രശ്നമാണ്. അപ്പം നമ്മുടെ അടുക്കയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അക്യൂട്ട് സൈക്കോസിസ് ആണ്. അതായത് മാനസിക രോഗമാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയാനായിട്ടുള്ള, മാനസിക രോഗങ്ങൾക്ക് പല കാരണങ്ങളുണ്ടാകാം, പക്ഷെ നമുക്കൊരു കാർഡിനൽ ഒരു റീസൺ എന്ന് പറയാൻ ട്രിഗർ ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒറ്റപ്പെടലായിരുന്നു. രോഗം മൂലം അദ്ദേഹം ഒറ്റപ്പെട്ടു. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ അത് ബാധിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാധിക്കുന്നതാണ് നമ്മുടെ കോഗ്നിറ്റീവ് ഫീച്ചേഴ്സ്. അതായത് ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, എക്സിക്യൂട്ടീവ് കപ്പാസിറ്റി, മെമ്മറി ഇവയിൽ സാരമായ കുറവുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പഠനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഡിമെൻഷ്യയൊക്കെ ഇപ്പോൾ ഒത്തിരി ആയല്ലോ, മറവി രോഗം. ഈ വാർദ്ധക്യത്തിലാണല്ലോ ഇങ്ങനെയുള്ള രോഗങ്ങളിലേക്ക് കടക്കുന്നത്. ഈ വാർദ്ധക്യത്തിലുള്ള ആളുകളുടെ ഈ ഒറ്റപ്പെടൽ മാറ്റാനുള്ള വിവിധ തരം പരിപാടികൾ നമ്മൾ ഇപ്പോൾ വീടിനടുത്തുണ്ട്. തണൽ വീട്, അതായത് ഒരു മക്കളൊക്കെ ജോലിക്ക് പോയി കഴിയുമ്പോൾ ഈ അച്ഛനും അമ്മമ്മയൊക്കെ വന്ന് ഇരുന്ന് കുറച്ചു നേരം കളിയും ചിരിയും സംസാരിച്ച് തിരിച്ചു പോകുക. അപ്പോൾ അവർക്ക് അത് മാനസികമായിട്ടൊരു ആരോഗ്യം കിട്ടുന്നുണ്ട്. അതുപോലെയുള്ള കുറെ പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണല്ലോ. അത് അത്യാവശ്യമാണ്. അത് പ്രത്യേകിച്ച് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെ വിവിധ പ്രായത്തിലുള്ളവർക്ക് പ്രായഭേദമന്യേ ഒരു മെന്റൽ സപ്പോർട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഓർക്കും, ഓക്കെ ചെറുപ്പകാലങ്ങളിലാണല്ലോ ജോലി ചെയ്യുന്നത്,
അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്നു. അപ്പോൾ അവർ മാത്രമേ ഈ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടായിട്ടുള്ളൂ എന്ന് നമ്മൾ ഓർക്കരുത്. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സംരക്ഷിക്കേണ്ടവരാണ് പ്രായമായവര്. അതായത് റിട്ടയർമെന്റ് ആണ് ഒരു വലിയൊരു പ്രശ്നം. ഞാൻ റിട്ടയർമെന്റ് കഴിയുമ്പോൾ അവരുടെ എല്ലാം കഴിഞ്ഞു എന്നൊരു ചിന്ത, അവരെ വീണ്ടും ഒരു പ്ലേസ്മെന്റിലേക്ക് വിടുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളെയൊക്കെ കുറെയൊക്കെ അതുപോലെ തന്നെ ട്രാൻസ്ഫർ. നമ്മളൊരു നല്ലൊരു ഓഫീസിൽ എല്ലാവരുമായിട്ട് നല്ല സന്തോഷമായിട്ടൊക്കെ ജീവിച്ച് അയാൾ ഒരു ദിവസം കൊണ്ട് ഒരു ഓർഡർ വരുന്നു, കാസർഗോട്ടേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം, ഓഫീസ്, അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർ. ഒരു കേസ് ഞാൻ ഓർക്കണ്ടേ സിസ്റ്ററെ, അദ്ദേഹം KCB-യിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അദ്ദേഹത്തെ മറ്റേ കോഴിക്കോട് ജില്ലയിലേക്ക്, അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ ഉറക്കം പോയി, പിന്നെ ശ്വാസം മുട്ടായി. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ ഒരു കാര്യമൊക്കെ ആയിട്ടാണ് വന്നത്, ശാരീരിക പ്രശ്നങ്ങളായിട്ടാണ്. അപ്പം ഞാൻ അപ്പോൾ എന്താണ് വേറെ വല്ല നമുക്ക് ഇല്ലാത്തൊരു രോഗമാണല്ലോ, ഇങ്ങനെ വരാൻ വല്ല പാരമ്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതില്ല. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ട്രാൻസ്ഫർ ആയ എൻ്റെ ദുഃഖം. അപ്പോൾ പുള്ളി കരഞ്ഞു തുടങ്ങി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ഈ സിസ്റ്റർ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള ഒരു ഉറക്കത്തിനെ മാനേജ് ചെയ്യുന്നതും ഉത്കണ്ഠയെ കുറയ്ക്കുന്നതായിട്ടുള്ള കുറച്ച് മരുന്ന് കുറച്ച് നാളത്തേക്ക്, അതുപോലെ തന്നെ കുറച്ച് യോഗ പ്രോഗ്രാംസ് ഒക്കെ കൊടുത്തു. അതിനുശേഷം അദ്ദേഹം ഒരു റീഹാബിലിറ്റേറ്റഡ് ആയി അവിടെ ആ സ്ഥലത്ത്. ഇപ്പം അദ്ദേഹം വലിയ കുഴപ്പമില്ല. അപ്പോൾ ഒരു കമ്പൈൻ സിസ്റ്റം ആണ് നമുക്ക് വേണ്ടതെന്ന് ഞാൻ പറയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഈ സോഷ്യൽ ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കൂടപ്പിറപ്പാണ് ഇമോഷണൽ ഐസൊലേഷൻ. അതായത് നമ്മൾ ഒരു സമൂഹപരമായിട്ട് നമ്മൾ ഒറ്റപ്പെടുന്നതോടൊപ്പം തന്നെ വൈകാരികമായിട്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. അത് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു അഫെക്ഷൻ, ഒരു ബോണ്ടിങ് വിത്ത് അതേഴ്സ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ കൂടെ നമുക്ക് പറ്റും, നമ്മൾ ചിലപ്പോൾ പറയല്ലേ, ഒരു കെമിസ്ട്രി ഇല്ലാത്തവരായിരുന്നു കൂടുതൽ എന്ന് പറയുമ്പോഴത്തേക്കും അതായത് അവരുടെ ഒരു മനസ്സിലുണ്ടാവുന്ന വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ കൂടാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാനായിട്ട് ആരും തുനിയുന്നില്ല. പഴയ ഓഫീസിൽ നല്ല ആൾക്കാരായിരുന്നു, എന്നെ അക്കോമഡേറ്റ് ചെയ്തിരുന്നു. നമ്മൾ പറയും ഒരു ഇമോഷണൽ അക്കോമഡേഷൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാള്. ഇപ്പൊ നമ്മൾ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അയാൾക്കത് മനസ്സിലാകും. അത് അത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് പോവത്തില്ല എന്ന് തോന്നും. ഇപ്പൊ ഈ നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിലും ചിലപ്പം 3-4 പേര് കാണും, പക്ഷേ പലപ്പോഴും ഒരു ഐസൊലേഷനിലാണ്. ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗത്തിൽ എല്ലാവരും ഫോണും എല്ലാവരുമായിട്ട് കണക്ഷൻ ഉണ്ട്, പക്ഷെ ആരുമില്ല എന്നുള്ളൊരവസ്ഥയിലാണ്, ഒറ്റയ്ക്കാവുന്നു. ഓരോരുത്തരും അവരുടെ ഫോണും കാര്യങ്ങളുമായിട്ട്. കാരണം നമ്മൾ വെർച്വൽ പ്ലാറ്റ്ഫോമിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ട്. പക്ഷേ നമ്മളെ മനസ്സിലാക്കാൻ, അല്ലെ നമ്മളോടൊപ്പം ഇരിക്കാൻ, നമ്മളോട് സംസാരിക്കാൻ ഒരു പ്രോക്സിമിറ്റിക്ക് ഒരു വൈകാരികതയുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു കാര്യം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചർച്ച തന്നെ 3 പേരും 3 ചെയ്യുന്നതെങ്കിലോ, അപ്പോൾ അതൊക്കെ നമ്മൾ കാര്യം പറഞ്ഞു തിരിക്കാം, പക്ഷെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം നമുക്കുണ്ടാകും. വീട്ടമ്മമാരാണ് ഇതിൽ കൂടുതൽ. കാരണം മക്കള്, ഹസ്ബൻഡ് എല്ലാം ഡിജിറ്റലായിട്ട് നടക്കുന്നു, മൊബൈലായിട്ട് നടക്കുന്നു. അവർക്ക് അറിയാമെങ്കിലും ഈ ഫുഡ് ഉണ്ടാക്കണം, മറ്റു കാര്യങ്ങൾ പോകുമ്പോൾ അവരുടെ ആ വൈകാരിക പ്രശ്നങ്ങളെ ഒന്ന് ഷെയർ ചെയ്യാനോ, കാരണം ഇതെല്ലാം നമ്മളെ മൊത്തത്തിൽ കീഴടക്കി കഴിഞ്ഞു, ഓൾറെഡി ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്മമാര് ആ വിഷമങ്ങളെല്ലാം എവിടെ പോയി പറയും? അത് ഉള്ളിലേക്ക് തന്നെ ഇത് പലതരത്തിലുള്ള സാമൂഹ്യപരമായിട്ടുള്ള പ്രണയ കാപട്യങ്ങളിലൊക്കെ എത്തിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ നമുക്ക് ചിലപ്പോ ഈ ഒരു മാരിറ്റൽ ഡിസ്കോർഡ് അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ ഡിവോഴ്സ് കേസുകളൊക്കെ ആയിട്ടൊക്കെ വരുന്നവരുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരോട് അവരുടെ തന്നെ ജീവിതചര്യകളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു ജീവിത പങ്കാളി പറയും, മറ്റൊരാൾക്ക് എന്നെ ഒന്ന് കേൾക്കാൻ നേരമില്ല, എൻ്റെ അടുക്കൽ ഒന്ന് ഇരിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാനായിട്ട് സമയമില്ലെന്ന് പറയും. അപ്പം നമ്മൾ അടുത്ത ആളോട് ചോദിക്കുമ്പോൾ പറയും, ഇല്ല, ഇവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്,
അവൾക്ക് എന്ത് സുരക്ഷിതമായിട്ട് വീട്ടിൽ ജീവിക്കാനായിട്ട് പറ്റും? അവൾക്ക് എല്ലാ പണികളും കഴിഞ്ഞേച്ചും TV കണ്ടുകൊണ്ടിരുന്നാൽ പോരെ? ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ലേറ്റ് ആവും, പിന്നെ എനിക്ക് ഓഫീസിലെ കാര്യങ്ങളുണ്ട്, എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ കാര്യങ്ങളുണ്ട്. സോ അവൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂടെ ആയിരിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവർ കൂടുതൽ സംസാരിക്കുന്നവരാണല്ലോ, അവർക്ക് അതൊരു വൈകാരിക അടുപ്പം അടുപ്പം ഉണ്ടാവണം. ഇപ്പൊ ഇതിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ചിലരെയൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും, ഇപ്പം സാധാരണ ഫിസിഷ്യൻ്റെ അടുക്കി വരുന്ന ചില കേസ് കെട്ടുകളൊക്കെ, അപ്പോൾ ഫിസിഷ്യന് മനസ്സിലാകും ഇതിൻ്റെ അകത്ത് കുറച്ച് സൈക്കോളജിക്കൽ പ്രശ്നങ്ങളും കൂടി, നമ്മൾ പറയുന്ന ഈ സൈക്കോസൊമാറ്റിക് പ്രോബ്ലംസ് ഒക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു 2 പ്രാവശ്യത്തെ റിവ്യൂ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പറയും അത് ഒന്ന് സിസ്റ്റിനെ കണ്ടിട്ട് പോയിക്കോ കേട്ടോ എന്ന് പറയും. അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ റെഫറൻസ് നമുക്ക് വരുമ്പോഴത്തേക്കും, സാധാരണ ഇങ്ങനെ വീട്ടമ്മമാർ വരികയാണെങ്കിൽ ഞാൻ പറയും എങ്ങനെയെങ്കിലും ചേട്ടനെയും കൂടി വിളിച്ചുകൊണ്ട് വരാൻ പറയും. കാരണം അറ്റ്ലീസ്റ്റ് അവര് ഒരുമിച്ച് വരുന്നത് പോലും ഒരു ക്യൂറിംഗ് ആണ്, ആ പ്രശ്നത്തിനൊരു പരിഹാരമാണ്. ഇപ്പം നമ്മളിത് പറയുമ്പോഴത്തേക്ക് വീട്ടമ്മമാര് മാത്രമാണ് അല്ലെങ്കിൽ ഭാര്യമാര് മാത്രമാണ് ഇങ്ങനെ ഒരു വിഷമം അനുഭവിക്കുന്നതല്ല കേട്ടോ. ഇതുപോലെ തന്നെ ഭർത്താക്കന്മാര് അനുഭവിക്കുന്നവരുണ്ട്. വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട് ഒന്ന് വന്നിരുന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് അടുത്ത് വന്നിരിക്കാനോ പോലും ഒരു സന്നദ്ധത പ്രകടിപ്പിക്കാത്ത ഭാര്യമാരുണ്ട്. അപ്പൊ ഇതെല്ലാം ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന ഒരു ഇമോഷണൽ ഒരു വേലിക്കെട്ടുണ്ട്. അതായത് ഒരു വ്യക്തിയെ വേറൊരു വ്യക്തിയുമായിട്ട് അടുപ്പിച്ച് നിർത്തുന്നത് ഈ വേലിക്കെട്ടാണ്. അപ്പൊ അതൊരു കെയറിങ്ങിൻ്റെയാണ്. ഈ കെയറിങ് ഇല്ലാതിരിക്കുമ്പോഴും നമ്മൾ ഐസൊലേറ്റ് ചെയ്യപ്പെടുകയാണ്, നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറയും ചിലർക്ക് ചില അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓക്കെ പനിയാണോ, ഓക്കെ പനിയാണോ എന്നാൽ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകുന്നു, നല്ല മരുന്നുകൾ വാങ്ങിക്കുന്നു, അതിന് അഡീഷണൽ ആയിട്ട് മറ്റു വൈറ്റമിൻ ടോണിക്കും കാര്യങ്ങളും എല്ലാം കൂടി വാങ്ങിക്കുന്നു. ഇതെല്ലാം കൊണ്ട് ചിലപ്പം കൊടുക്കുന്നുണ്ടാകാം. പക്ഷേ 2-3 ദിവസം, ഇനി ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് നിനക്ക് എങ്ങനെ ഉണ്ട്, നിനക്ക് കുറവുണ്ടോ എന്ന് ചോദിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവര് ചോദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു തരം ഒറ്റപ്പെടലാണ്. അവിടെ എല്ലാവരും ഉണ്ടെന്ന് ഇരിക്കെ അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വൈകാരികമായിട്ടുള്ള ഒരു ഒറ്റപ്പെടൽ. അപ്പം ഈ സാമൂഹ്യ ഒറ്റപ്പെടലാണ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരാളില്ല എന്നുള്ള അയാളുടെ ഒരു ആബ്സെൻസ് മാത്രമല്ല ഈ ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സൈക്കോളജിക്കലി അതിനെ കാണുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുന്നത് പരസ്പരം തുറന്ന് സംസാരിക്കാൻ ഇടം കിട്ടുന്നില്ല എന്നുള്ളതാണ് അല്ലേ. ഒരുപാട് അതുപോലെയല്ലേ കുട്ടികളുടെ ചില കാര്യങ്ങൾ, കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോ അപ്പൊ അമ്മ വീട്ടിലുണ്ടായിരിക്കില്ല ചിലപ്പോൾ, അച്ഛനായാലും. അപ്പൊ അവർക്ക് ഒരുപാട് വിശേഷങ്ങൾ സ്കൂളിലായാലും പറയാനുണ്ടാവും, പക്ഷെ അത് കേൾക്കാൻ ഒരാളില്ല. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. പിന്നെ ചില പേഴ്സണാലിറ്റി ട്രെയ്റ്റുകളുണ്ട്. ഒരു വിഡ്രോവൽ പേഴ്സണാലിറ്റിയാണ്, ഒരു ആങ്ഷ്യസ് അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്ന് നമ്മൾ പറയും. അതായത് അവർക്ക് മറ്റുള്ളവരോട് ഇടപെടേണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈവൻ സ്വന്തം അച്ഛനോടും അമ്മയോട് പോലും ഇടപെടേണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. സോ ഒരു ആങ്സൈറ്റിയാണ്. അതൊരു മാനസികമായിട്ടുള്ള അവസ്ഥയാണോ? അത് അവരുടെ ഒരു ട്രെയ്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു വ്യക്തിത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഘടകമാണ്, ജനറ്റിക് കോമ്പോണന്റ്. ഓക്കെ, പക്ഷെ അതിന് ഇപ്പൊ അങ്ങനെ ഒരാളാണ്, അങ്ങനെ ഒരു ജനറ്റിക് കോമ്പോണന്റ് ആണ് അയാൾക്കുള്ളത്. പക്ഷെ ആ കുടുംബത്തിലും ആരോടും മിണ്ടാത്തൊരു തരം പ്രകൃതമാണെങ്കിൽ അയാൾ പിന്നെയും അതിന്റെ എക്സ്ട്രീമിലേക്ക് പോകും. അപ്പൊ അതുണ്ടാകാതിരിക്കാനായിട്ട് നോക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ കുടുംബത്തിലൊരു കൂട്ടായ്മ വേണം. ഇപ്പം അധികം ആരും ഇല്ലെങ്കിൽ പോലും, ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫേ ഉണ്ടാവുള്ളൂ എങ്കിൽ പോലും അവര് തമ്മിൽ ഒരുമിച്ച് അല്പമെങ്കിലും സമയം ചെലവഴിക്കാനായിട്ട്. ഇപ്പൊ പലപ്പോഴും ഇപ്പൊ ഭാര്യയും ഭർത്താവ് മാത്രമായിരിക്കുന്ന ചില വീടുകളിലൊക്കെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭർത്താവ് പേപ്പറും TV ആയിട്ട് അങ്ങ് മാറിയിരിക്കും, ഭാര്യ അടുക്കളയിലുണ്ട്, പുറത്തെ ജോലികൾ ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ ഇവർ പോയി ഒന്ന് നോക്കാൻ പോലും ചെല്ലത്തില്ല, അവരുണ്ടോന്ന് പോലും നോക്കുന്നില്ല എന്ന് പറയും. അപ്പൊ നമ്മൾ ചോദിക്കും അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരാൻ വേണ്ടിയിട്ട്. ഒരു സഹായവും ചെയ്യേണ്ട സിസ്റ്ററെ, ഈ മനുഷ്യൻ എന്നെ അവിടെ എങ്ങാനും ഉണ്ടോന്നൊന്നും ഒന്ന് നോക്കിക്കൂടെ, അല്ലൊന്ന് വിളിച്ചുകൂടെ, ഒരു സ്വരം കേട്ടുകൂടെ. അപ്പൊ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ ചിലപ്പോ കുട്ടികളോട്, അതായത് അച്ഛനും അമ്മയും ബിസിയാണ്, ഞങ്ങൾ ബിസിയാ, നീ മാറി നിൽക്ക്. പ്രായമായവരോട് ഇപ്പൊ ഓക്കെ, ചാച്ചനും അമ്മയ്ക്കും എന്നെ അറിയാം, ഞങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അവിടെ എങ്ങാനും പോയിരുന്നേ, പഴയ പുരാണവും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ. അപ്പൊ ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള ഒരു സന്തുലിത അവസ്ഥയെ
അത് ഇല്ലാതെ ആക്കുന്നുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ പറയുന്നത് ശരിക്കും കുടുംബങ്ങളിൽ ഒരു ഒത്തുചേരലില്ല, അതിനുള്ള സമയം കണ്ടെത്തുന്നില്ല എന്നത് ഇതിനൊരു കാരണമാണല്ലേ. പിന്നെ ഒരു ഫാക്ടർ, ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിൽ അവിടെയും ഈ വക പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കാരണം സമയക്കുറവുണ്ടെങ്കിലും ഉള്ള സമയം അവർ ഒരു വൈകാരികമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പലപ്പോഴും അവർ മറന്നു പോവുകയാണ്. കുറേ കാലഘട്ടങ്ങൾ കഴിയുമ്പോഴായിരിക്കും അവരെല്ലാം നമുക്ക് ആ നഷ്ടപ്പെട്ട കാര്യങ്ങൾ ചിലവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പിന്നെ ഒരു തർക്കം വരുന്നത്, നമ്മൾ രണ്ടുപേരും ജോലിയാണ്, പക്ഷേ ഭർത്താവിൻ്റെ ചിന്ത ഭാര്യയാണ് വീട്ടിലെ ജോലി ചെയ്യേണ്ടത്. ഭർത്താവ് സന്തോഷങ്ങൾക്ക് വേണ്ടി പുറത്തു പോയി അവർ ക്ലബ്ബായി അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസായി എല്ലാം അവർ ഹാപ്പി ആയിരിക്കും. ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവർ ഇതുപോലെയാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അവരെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രസൻസ് മതി അവർക്ക്, കൂടുതൽ സമയമൊന്നും വേണമെന്നില്ല. അതൊരു വലിയൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു, ഘടകമാണ്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ഉന്നത ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഭാര്യയുടെ ഒരു പ്രസൻസ് കിട്ടുന്നില്ല, അതാണ് പുള്ളിക്കാരൻ. അപ്പോൾ ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു മാരിറ്റൽ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലിങ്ങിന് വന്നവരാ രണ്ടുപേരും. ജസ്റ്റ് ഒന്ന് മൂന്നാമതൊരു പ്രൊഫഷണലോട് തുറന്നു പറഞ്ഞ് ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് അറിയാൻ വേണ്ടിയിട്ട്. ഇത് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് മനസ്സിലായ ഒരു കാര്യം, ഭാര്യയ്ക്ക് എടുപ്പത് ജോലിയും മറ്റു പ്രഷറുകളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം ആ ഒരു പ്രഷറോടുകൂടി വരുമ്പോഴത്തേക്കും മിണ്ടാൻ തോന്നുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹമുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാനായിട്ട് ഇവരുടെ ജോലി ഭാരങ്ങൾ മൂലം പറ്റുന്നില്ല. നമ്മൾ പറയണേ ഈ ജോബ് സ്ട്രെസ് കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ വൈകാരിക അവസ്ഥകളിൽ മാറ്റം വരും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഇവർക്ക് അത് ആ ഒരു കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല, അടുത്തിരിക്കാനായിട്ട് സാധിക്കുന്നില്ല, ഒരുമിച്ച് ഒരിടത്ത് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. എപ്പോഴും രണ്ടുപേരും രണ്ട് എക്സ്ട്രീമിറ്റിയിൽ അവരുടെ ജോലി മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകൾ പലരുടെയും കുടുംബത്തിൽ ഇതേപോലെയുള്ളൊരു അവസ്ഥകൾ കാണും. ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഓർക്കുന്നുണ്ടായിരിക്കും, ഇത് തന്നെയാണ് വീട്ടിലെ അവസ്ഥ എന്ന് ചിലപ്പോൾ ഓർക്കുമായിരിക്കും. പക്ഷെ ഇതിന് നമുക്ക് ഒരു ചികിത്സാ രീതികൾ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങളല്ല, ബട്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ റെമഡികൾ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനായിട്ട് ഉള്ളത്, ഒരുമിച്ച് ഇരുന്നുള്ള ഭക്ഷണം കഴിക്കാൻ. ഇപ്പോൾ ഒരു നേരെ നിങ്ങൾ ഉള്ളൂ എങ്കിൽ പോലും അത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക. ഒരുമിച്ചുള്ള പ്രാർത്ഥന. ഓക്കെ, നമ്മൾ ഏത് മതവിശ്വാസത്തിലായിക്കൊള്ളട്ടെ, ഒരുമിച്ച് ഇന്നത്തെ ഒരു ദിവസം ദൈവം നമുക്ക് നൽകി, നമുക്ക് ദൈവത്തിന് നന്ദി പറയണം, ഒരുമിച്ചിരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഒരുമിച്ച് ഇരുന്ന് ഒരല്പമെങ്കിലും അവരവരുടെ ജീവിതത്തെക്കുറിച്ച്, അന്നത്തെ ജീവിതം എങ്ങനെയുണ്ടായിരുന്നു, സ്കൂളിൽ എന്തായിരുന്നു ചെയ്തത്, എങ്ങനെയുണ്ടായിരുന്നത്, എന്താ ചെയ്ത്, അപ്പം അറ്റ്ലീസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒരു സംസാരം. പിന്നെ വേണ്ട ഒരു കാര്യം, മറ്റൊരാളെ കുറിച്ചുള്ള ഒരു പോസിറ്റീവ് കമന്റ്സ്. ഓക്കെ, ഇപ്പം ഭർത്താവ് നന്നായിട്ടൊന്ന് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഭാര്യ പറയണം ഓക്കെ കൊള്ളാം, അല്ലെ ഭാര്യ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പറയണം. അതായത് ആ ഒരു കോണ്ടാക്ട് അറ്റ്ലീസ്റ്റ്. ഇപ്പൊ ചില കുട്ടികളെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്കൂളിൽ പറയും കൊച്ചു സ്കൂളിൽ കയറിയിട്ട് 4 ദിവസമായി, അപ്പോഴാണ് കൊച്ചിന്റെ അച്ഛനെ വിളിച്ചാ പറയുന്നത്, കൊച്ച് അപ്പൊ അവൻ വീട്ടിൽ നിന്ന് പോകാറില്ലായിരുന്നോ? അതായത് സ്വന്തം വീട്ടിൽ നിന്ന് രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങി പോകുന്ന അച്ഛൻ അറിയില്ല ഈ കുഞ്ഞു പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോഴാണ് അമ്മ പറയണത്, കൊച്ചിന് 4 ദിവസമായിട്ട് പനിയായിട്ട് കിടക്കുക, ഞാൻ ആശുപത്രി കൊണ്ടുപോയി മരുന്ന് വാങ്ങിച്ചു, നിങ്ങളോട് പൈസ വാങ്ങിച്ചു, അതും അടച്ചു, ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ആൾക്കൂട്ടത്തിൽ തനിയെ എന്നുള്ളൊരു രീതിയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മാനസികാരോഗ്യത്തെ സാരമായിട്ട് ബാധിക്കും. മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നത് മൂലം ഇത് കുടുംബ ശിഥിലീകരണത്തിലേക്ക് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ, ഒരു കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഇതുപോലെ തന്നെയാണ്, സാമൂഹ്യപരമായിട്ട് അല്ലെ സമൂഹമായിട്ട് ജീവിക്കുന്നവരിലും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റ്ലീസ്റ്റ് അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നെങ്കിലും നോക്കാനുള്ളൊരു പ്രവണത ഉണ്ടാവണം. അപ്പോൾ തീർച്ചയായിട്ടും ചെറിയ ചെറിയ ടിപ്പുകളിലൂടെ ഈ ഒരുമിച്ചുണ്ടാകേണ്ട സമയത്ത് അത് ക്വാളിറ്റി ടൈം ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഈ ഒരു സോഷ്യൽ ഐസൊലേഷൻ അല്ലെങ്കിൽ ഇമോഷണൽ ഐസൊലേഷൻ, അതിലൂടെ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധിവരെ പരിഹരിക്കാനായിട്ട് സാധിക്കും. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണയ്ക്കും ഡോക്ടർ ടോം പയ്യപ്പിള്ളിക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു.
അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി.